അയാൾ ഒറ്റ കാര്യത്തിലേക്ക് കാര്യങ്ങളെ ചുരുക്കുകയാണ്. ഒരേ ഒരു കൽപ്പന, സ്നേഹം. സ്വാഭാവികമായിട്ട് ഒറ്റ പാപമേ ഉള്ളെന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. അനവധിയായ പാപങ്ങൾ ഇല്ല, അല്ലെങ്കിൽ എല്ലാ പാപങ്ങളും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ഒറ്റ സ്വഭാവമേ ഉള്ളൂ. എന്താണത്? വയലേഷൻ ഓഫ് ലവ്. യേശു പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് മിസ്സിംഗ് ദ ടാർഗറ്റ് എന്ന അർത്ഥം വരുന്നൊരു വാക്കാണെന്ന് നമ്മൾ മുൻകാല ചില സംഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ടാർഗറ്റ് എന്ന് പറയുന്നത്? വി ആർ ഹിയർ ടു ലവ്. ആ ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ തെന്നിക്കുന്ന, ആ ഏകാഗ്രതയിൽ നിങ്ങൾ അടർത്തി മാറ്റുന്ന, ആ ഏകാഗ്രതയിൽ നിന്ന് നിങ്ങളെ ലക്ഷ്യം തെറ്റിക്കുന്ന എല്ലാം പാപം. ദാറ്റ്സ് എ വയലേഷൻ ഓഫ് സിൻ. സ്വാഭാവികമായിട്ട് മനുഷ്യന് റിപ്പൻഡൻസ് ഉണ്ട്. മനുഷ്യർ തിരിച്ചു വന്നേ പറ്റൂ. എന്താണ് ഈ പ്രായശ്ചിത്തം എന്ന് പറയുന്നത്? എന്താണ് ഈ അനുതാപം എന്ന് പറയുന്നത്? അസീസിലെ ഫ്രാൻസിസിന്റെ വർഷമാണ്. ഫ്രാൻസിസ് ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയപ്പോൾ ആ സമൂഹത്തിന് ഇട്ട പേര് പെൻറ്റൻസ് ഫ്രം അസീസ് എന്നാണ്. ഇവരൊരു തെറ്റും ചെയ്തിട്ടല്ല. പക്ഷെ ലോകത്തിന്റെ സ്നേഹഭാവന ചുരുങ്ങുകയും യുദ്ധങ്ങൾ തുടർക്കഥകളായി മാറുകയും തർക്കങ്ങൾ സ്വന്തം വീടിന്റെ അതിരോളം എത്തുകയും ഒക്കെ ചെയ്ത കാലത്ത് ഒരു സമൂഹം രൂപപ്പെടുമ്പോൾ അവർക്കിടാവുന്ന ഏറ്റവും നല്ല ശീർഷകം, ഏറ്റവും നല്ല ടൈറ്റില് ഈ പെൻറ്റൻ ഈ മനുഷ്യൻ കരുതുകയാണ്. അസീസിയിലെ അനുതാപികൾ എന്നാണ് അവർ വിളിക്കപ്പെട്ടത്. അവരെന്ത്